അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഞാനിപ്പോൾ 1/2 കിലോ മട്ടൺ എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്കാണ് 1/2 കിലോ മട്ടൺ എടുത്തിരിക്കുന്നത്. മട്ടണിൽ നല്ല കൊഴുപ്പുള്ളതുകൊണ്ട് ആ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ, 1/2 കിലോ ചേർത്താലും നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3/4 കിലോ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമ്മൾ ഈ ബീഫ് ആയാലും ശരി, മട്ടൺ ആയാലും ശരി, 1 കിലോന് 1 കിലോ ഇറച്ചി ചേർത്ത് വെച്ചാൽ ഭയങ്കര ഹെവി ആയിരിക്കും. പിന്നെ പറയാനുള്ളത്, ചിക്കൻ്റെ വില പോലെയല്ല മട്ടൻ്റെ വില. മട്ടൻ കുറച്ച് വില കൂടുതൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ 1 കിലോ അരി വെച്ച് വെക്കുമ്പോൾ 1 കിലോ മട്ടൻ ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് ഞാനിത് പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളം വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ടീസ്പൂണിൽ തന്നെ ഒരു 6 ടീസ്പൂൺ മുളക് പൊടി. വല്ലാതെ നിറച്ചിടണ്ട, പാകത്തിനിട്ടാൽ മതി. 4, 5, 6. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് വെക്കാം. നാരങ്ങ നീര് പിഴിഞ്ഞ് വെക്കുമ്പോൾ മട്ടൺ ആയാലും ശരി, ചിക്കൻ ആയാലും ശരി, പെട്ടെന്ന് തന്നെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ചോറിലും ഇങ്ങനെ നാരങ്ങ നീര് ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ മസാല പരട്ടിയിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം. 1 കിലോ ബിരിയാണിക്ക് നമുക്കൊരു 5 തുടം വെളുത്തുള്ളി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഈ ഒരു അളവിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ 25 ഗ്രാം എന്താണെന്നറിയില്ല. ഈ ഒരു അളവിൽ. പണ്ടൊക്കെ ആണെന്ന് വെച്ചാൽ കണ്ണളവ് പറയും. കണ്ണിൽ നോക്കിയിട്ടാണ് ഇതിൻ്റെ മസാലയൊക്കെ കണക്കാക്കണം. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 20-25 ഗ്രാം വരെ എടുക്കാം. ഇനി അടുത്തത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നമുക്കൊരു 15 മുതൽ 20 വരെ എടുക്കാം, അല്ലെങ്കിൽ ഒരു കപ്പിൽ 1/2 കപ്പ് എടുക്കാം. 1 കിലോൻ്റെ അളവാണ് പറയുന്നത്, 1/2 കപ്പ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിപ്പമുള്ള സവാള ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കാം. ഇനി നമുക്കൊരു 5 പച്ചമുളക് വേണം. 5 തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. നമ്മൾ തക്കാളിയാണ് നമ്മുടെ ബിരിയാണിക്ക് നിറം കൂട്ടുന്നത്. അല്ലാതെ നമ്മൾ വേറെ പൊടികളോ കളർ പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് മല്ലിയില, പുതിന, അതുപോലെ തന്നെ നമ്മൾ 1/2 നാരങ്ങ മട്ടനിൽ എടുത്തിട്ടുണ്ട്. ബാക്കി നാരങ്ങയും കൂടെ എടുക്കും. അപ്പോൾ ഇത്രയാണ് ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ തൊടിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ഏലക്ക, 6 ഗ്രാമ്പു, 6 കഷ്ണം പട്ട ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം. പച്ചമുളക് ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഉള്ളിയുടെ കൂടെ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കീറിയിട്ട് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചതച്ചാണ് ചേർക്കുന്നത്. ചെറിയുള്ളി ചതച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഈ ഒരു പാത്രത്തിൽ എത്രയാണോ നിൽക്കുന്നത് ഇത് കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഒരു അളവിൽ കാണുന്നുണ്ടോ? ഈ ഒരു അളവിലാണ് അരി നിൽക്കുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെ 2 പാത്രം വെള്ളം എടുക്കണം. നമ്മൾ ബിരിയാണി വെക്കണ മുമ്പ് ഈ അരി ഒന്ന് വായിലിട്ട് നോക്കണം കേട്ടോ. പെട്ടെന്നൊരു ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പുതിയ അരി ആയിരിക്കും. പുതിയ അരി അധികം വെള്ളം വരിക്കില്ല. അതേസമയം കുറച്ച് കടുകടുന്നായിട്ടാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ പഴക്കുള്ള അരി ആയിരിക്കും. പഴക്കുള്ള അരി വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനെന്തായാലും കുറച്ച് വെള്ളം വെക്കേണ്ടി വരും കൂടുതൽ. ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം കൂടുതലായിട്ട് വെക്കേണ്ടി വരും. അതുപോലെ പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ വലിയ പാത്രത്തിൽ കുറച്ച് അരി ഇട്ടിട്ടാണ് വെക്കണമെങ്കിൽ അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ സമയമാവും. അപ്പോഴും നമ്മൾ 1 കപ്പ് വെള്ളം കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രവും അതേപോലെ തന്നെ അരിയും കറക്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ, ചോറും കറക്റ്റായിട്ട് വരുന്ന പാത്രമാണെന്ന് എടുക്കുന്നതെങ്കിൽ ഇതേ അളവിൽ തന്നെ 2 പാത്രം വെള്ളം എടുത്താൽ മതിയാവും. അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്ന മട്ടനെ ഒരു കുക്കറിലേക്ക് എടുക്കാം. ഇതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക.
മട്ടൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 2-3 കഷ്ണം ചിരട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 വിസിൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക. മട്ടൻ വേവാൻ നല്ല സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന മട്ടൻ എങ്ങനെയാണോ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ബാക്കി ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ അളന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇങ്ങനെ അടുപ്പ് ഓണായിരിക്കുമ്പോൾ ഇത് അളന്ന് എടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് അളന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അധികം ചിരട്ടയൊക്കെ മാറ്റി വെക്കാം. ചട്ടിയിൽ നിറയെ മസാലയുണ്ട്. അപ്പോൾ അളന്ന് വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ചെടിയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പീസസ് ഒക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇനി വെള്ളം നമ്മൾ അരി അളന്ന് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഇട്ടിട്ട് അളന്നെടുക്കാം കേട്ടോ. രണ്ടാമത്തെ പത്രം. വെള്ളം കുറയേ ചെയ്ത് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് വരാം. ഒഴിച്ചെടുക്കും. അപ്പോൾ ഒരു ഇഞ്ച് കുറവുണ്ട് പാത്രത്തിൽ നിന്ന്. അപ്പോൾ അതിങ്ങനെ കൈ വെച്ച് അളന്നിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. അതേസമയം നമ്മൾ ബീഫാണ് ആക്കണമെങ്കിൽ ബീഫിൽ നിറയെ വെള്ളം വരും. അപ്പോൾ അതും ഇതുപോലെ അളന്ന് നോക്കിയിട്ട് തന്നെ എടുക്കണം. നല്ല കറക്റ്റാവും. ഇപ്പോൾ കറക്റ്റായി. ഇപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബിരിയാണി എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.